നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. തുളസി ചെടിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഐതിഹ്യങ്ങളും കഥകളുമൊക്കെയുണ്ട്. അതിൽ ചിലതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തി. അവസാനം ദിവ്യമായ കുംഭത്തിൽ അമൃത് ലഭിച്ചു. അപ്പോൾ മഹാവിഷ്ണു തൻ്റെ തൃക്കൈകളിൽ അമൃതകുംഭം ഏറ്റുവാങ്ങി. ആ സമയത്ത് സന്തോഷം കൊണ്ട് വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് ഹർഷബാഷ്പങ്ങൾ അടർന്നു വീണു. അവ അമൃത കലശത്തിൻ്റെ മേലാണ് പതിച്ചത്. അതപ്പോൾ അവിടെ ഒരു ചെറു ചെടിയായി മാറിയത്രേ. അതിൻ്റെ ശോഭയും വൈഭവവും മറ്റൊന്നിനോടും തുലനം ചെയ്യാനാവാത്തതുകൊണ്ട് അതിന് തുളസി എന്ന നാമധേയം ലഭിച്ചു എന്നാണ് ഒന്നാമത്തെ ഐതിഹ്യം. രണ്ടാമത്തെ ഒരു കഥ നോക്കാം. മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസിച്ചെടിയായി അവതരിച്ചിരിക്കുന്നത് എന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിൻ്റെ കഥയാണ് നോക്കുന്നത്. രാധയുടെ ശാപം കൊണ്ട് സുധാത്മാവ് എന്ന ഗോപാലൻ ശംഖചൂടനായ അസുരനായി ജനിച്ചു. അയാൾ ബദരികാശ്രമത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ചു വരികയായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാരായിരുന്ന സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും പരസ്പരം കലഹിക്കുകയും ശപിക്കുകയൊക്കെ ചെയ്തു. ശാപഫലമായി ഗംഗയും സരസ്വതിയും ഭൂമിയിൽ നദികളായി അവതരിച്ചു. സരസ്വതി ശാപം നിമിത്തം ലക്ഷ്മി ദേവി ധർമ്മധ്വജൻ എന്ന രാജാവിൻ്റെ പുത്രിയായ തുളസിയായി ജനിച്ചു. തുളസി വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ്സനുഷ്ഠിച്ചു വരികയായിരുന്നു. ശംഖചൂടൻ തപസ് ചെയ്ത് വിഷ്ണു കവചം സമ്പാദിച്ചു. തുളസിയെ വിവാഹം ചെയ്യണമെന്നുള്ളത് ശംഖചൂടൻ്റെ തപോലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. വിഷ്ണു കവചം ശരീരത്തിൽ നിന്ന് മാറുകയും ഭാര്യയുടെ പാതിവൃത്യം നശിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ശംഖചൂടന് മരണം സംഭവിക്കുകയുള്ളൂ എന്നൊരു വരവും അദ്ദേഹം തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വാങ്ങി അയാൾ തിരിച്ചു വന്നു. തിരിച്ചു പോരും വഴി വനാന്തരത്തിൽ വെച്ച് പരസ്പരം കണ്ട ശംഖചൂടനും തുളസിയും തമ്മിൽ വിവാഹം കഴിച്ചു. ദേവഗണങ്ങൾക്ക് പോലും അസൂയ തോന്നത്തക്ക പ്രാഭവത്തോടുകൂടി തുളസിയും ശംഖചൂടനും ജീവിച്ചു. ദേവന്മാർക്ക് ശംഖചൂടനിൽ നിന്നും പല കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെ ബ്രഹ്മാവും ശിവനും ദേവഗണങ്ങളും കൂടി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ശംഖചൂടനെ വധിക്കാൻ വേണ്ടി മഹാവിഷ്ണു തൻ്റെ ശൂലം പരമശിവൻ്റെ പക്കൽ കൊടുത്തയച്ചു. പക്ഷെ ഒരു പ്രശ്നം, ശംഖചൂടൻ്റെ ഭാര്യയായ തുളസിയുടെ പാതിവൃത്യത്തിന് ഭംഗം വന്നാലേ ശംഖചൂടന് മരണം സംഭവിക്കുകയുള്ളൂ. അതിനെന്താണ് പോംവഴി? തുളസിയുടെ പാതിവൃത്യത്തിന് ഭംഗം വരുത്താൻ ഉറച്ച് വിഷ്ണുവും ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ശംഖചൂടൻ ശിവനുമായി യുദ്ധം ചെയ്യുന്നതിന് തുളസിയോട് യാത്രാനുവാദവും വാങ്ങി പടക്കളത്തിലേക്ക് യാത്ര തിരിച്ചു. ആ തക്കം നോക്കി മഹാവിഷ്ണു ശംഖചൂടൻ്റെ വേഷം ധരിച്ച് തുളസിയുടെ സമീപത്തെത്തി. അവർ വിനോദങ്ങൾ പറഞ്ഞ് ആർത്തുല്ലസിച്ച് കുറേ സമയം ചെലവഴിച്ചു. ഒടുവിൽ അവർ ശയനമുറിയിലേക്ക് പ്രവേശിച്ചു. ശംഖചൂടൻ്റെ ചില രീതികൾ കണ്ടപ്പോൾ തുളസിക്ക് അയാളിൽ സംശയം തോന്നി. കൃത്രിമ ശംഖചൂടനെ ശപിക്കാൻ വേണ്ടി അവൾ ചാടി എഴുന്നേറ്റു. അപ്പോൾ മഹാവിഷ്ണു സ്വന്തം രൂപത്തിൽ തുളസിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ തുളസിയോട് പ്രകാരം പറഞ്ഞു, ഞാൻ നിനക്ക് ഭർത്താവായി വരാൻ വേണ്ടി വളരെ കാലം തപസ് ചെയ്തവളാണല്ലോ നീ. നിൻ്റെ ഭർത്താവായ ശംഖചൂടൻ എൻ്റെ പാർഷദന്മാരിൽ പ്രധാനിയായ സുധാമാവാണ്. അവന് ശാപമോക്ഷം കിട്ടി തിരിച്ചു പോകേണ്ട സമയം ആസന്നമായിരിക്കുന്നു. നിനക്ക് എൻ്റെ പത്നിയാകാനുള്ള സമയവുമായിരിക്കുന്നു. ശിവൻ ശംഖചൂടനെ നിഗ്രഹിച്ചു കഴിഞ്ഞു. അവർ സുധാമാവായി തന്നെ ഗോലോകത്ത് ചെന്ന് ചേർന്നു കഴിഞ്ഞു. നിനക്കും ഇനി ദേഹം ഉപേക്ഷിച്ച് എന്നോടൊപ്പം വൈകുണ്ഠത്തിൽ വന്ന് താമസിക്കാം. ബദ്രകാശ്രമത്തിൽ ബ്രഹ്മാവ് തന്നോട് പറഞ്ഞതെല്ലാം തുളസി ഓർത്തു. തുളസിക്ക് എല്ലാം മനസ്സിലായി. ഭഗവാൻ വിഷ്ണു വീണ്ടും പറഞ്ഞു, നിൻ്റെ ശരീരം ഇവിടെ കിടന്ന് ദ്രവിച്ച് ഗണ്ഡകി എന്ന പുണ്യനദിയാകും. നിൻ്റെ തലമുടി ഈ ലോകത്തിൽ തുളസിച്ചെടിയായി മാറും. നിൻ്റെ തലമുടിയിൽ നിന്ന് വളരുന്ന ചെടിക്ക് നിൻ്റെ നാമം തന്നെയായിരിക്കും, അതിൻ്റെ പേര് തുളസി എന്നായിരിക്കും. തുളസീദളം 3 ലോകത്തിലും ദേവപൂജയ്ക്ക് ശ്രേഷ്ഠമായ പുഷ്പമായി തീരും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ
തുളസി ലക്ഷ്മിയുടെ രൂപം ധരിച്ചു. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കൂടി വൈകുണ്ഠത്തിലേക്ക് യാത്ര തിരിച്ചു. ഇതാണ് രണ്ടാമത്തെ കഥ. മൂന്നാമത്തെ കഥ നോക്കാം. ശ്രീകൃഷ്ണൻ തുളസിക്ക് വലിയ പ്രാധാന്യം നൽകിയ കഥയാണ് മൂന്നാമത്തെ കഥ. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ നാരദ മഹർഷി ദ്വാരകയിലെത്തി. കൃഷ്ണൻ്റെ പത്നിമാരിൽ ഒരാളും കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളെന്ന് സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്ന സത്യഭാമ നാരദനെ സ്വീകരിച്ച് അതിഥി പൂജ ചെയ്തു. നാരദന് സത്യഭാമയുടെ അഹങ്കാരവും പൊങ്ങച്ചവും കണ്ടപ്പോൾ നീരസം തോന്നി. സാക്ഷാൽ ദാമോദരൻ അത് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് പോകാൻ നേരം നാരദ മഹർഷി സത്യഭാമയോട് ഈശ്വരകൃപയ്ക്ക് വേണ്ടി ഒരു വ്രതമെടുക്കാനും ആ വ്രതത്തിൻ്റെ ഒടുവിൽ സ്വഭർത്താവിനായി തുലാഭാരം നടത്തണമെന്നും പറയുകയുണ്ടായി. അഹങ്കാരിയും സമന്തകമണിയുടെ പോലും ഉടമയുമായ സത്യഭാമ അമിത ആത്മവിശ്വാസം കൊണ്ട് കൃഷ്ണനെ സ്വർണം കൊണ്ട് തുലാഭാരം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ അവളുടെ കയ്യിലെ മുഴുവൻ സ്വർണവും ദാസിമാരുടെ സ്വർണവും കൊട്ടാര ഖജനാവിലെ സ്വർണവും അടക്കം തട്ടിൽ വെച്ചിട്ടും ശ്രീകൃഷ്ണൻ ഇരുന്ന തട്ട് ഉയർന്നതേയില്ല. ഇളീഭിയായി നിന്ന സത്യഭാമയ്ക്ക് ഒടുവിൽ കൃഷ്ണനെ നഷ്ടപ്പെടും എന്ന ഭീതി ഉണ്ടായി കരയാൻ തുടങ്ങി. അപ്പോഴാണ് രുക്മിണി ദേവി അവിടെ എത്തുന്നത്. ശ്രീകൃഷ്ണൻ്റെ പ്രഥമ പത്നിയും പരമഭക്തയും ലക്ഷ്മി ദേവിയുടെ അവതാരവുമായ രുക്മിണിക്ക് ഉടനെ കാര്യം പിടികിട്ടി. അവർ തട്ടിലിരുന്ന സ്വർണം മുഴുവൻ മാറ്റി. എന്നിട്ട് വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി പ്രാർത്ഥനാപൂർവം ഒരു തുളസിയില പറിച്ച് കൃഷ്ണനിരുന്നതിൻ്റെ മറുതട്ടിൽ വെച്ചു. അപ്പോൾ കൃഷ്ണൻ്റെ തട്ട് ഉയർന്നു. എല്ലാവരും ഭക്തിയോടെ അത് കണ്ട് ആനന്ദോഷാശ്രു പൊഴിച്ചു. ഭഗവാൻ കൃഷ്ണൻ പോലും തുളസിയെ തന്നേക്കാൾ ശ്രേഷ്ഠമായി കരുതുന്നു എന്ന് ഈ കഥ തെളിയിക്കുകയാണ്. തൽഫലമായി കൃഷ്ണൻ തുളസിച്ചെടിക്ക് വലിയ ബഹുമാനവും ആധിപത്യവും അധികാരവും ഒക്കെ നൽകുകയുണ്ടായി. നാലാമത്തെ കഥ നോക്കാം. ബ്രാഹ്മണ ശരമേറ്റ് രാവണൻ്റെ ശരമേറ്റ് മരണപ്പെട്ട രാവണൻ്റെ ഭാര്യ മണ്ഡോദരി ഭഗവാൻ കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ തുളസിച്ചെടിയായി മാറി എന്നൊരു ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്.